ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ കോടതി വെറുതെ വിട്ടു. പ്രതി കുറ്റം ചെയ്തു എന്നതിന് മതിയായ തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വിധി അറിഞ്ഞതോടെ പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോക്ഷാകുലരായി. ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അയൽവാസി അർജുനെയാണ് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടത്. പ്രതിക്ക് ശിക്ഷ ലഭിക്കത്തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല. അർജുൻ 3 വയസ്സ് മുതൽ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയും 6-ാം വയസ്സിൽ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു കേസ്. നാടിനെ നടുക്കിയ കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. വിധി അറിഞ്ഞതോടെ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും രോഷാകുലരായി. 1 മാസത്തിന് മുമ്പ് തന്നെ പ്രതിയുടെ അപ്പം പറയുന്നു അവനെ വെറുതെ വിടും എന്നുള്ളത്. ഈ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജഡ്ജി പറയുക, ഈ പ്രതിയുടെ വക്കീലർ പറയുക, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതില്ലേ നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിധി അറിഞ്ഞ ശേഷം പുറത്തുവന്ന അർജുനു നേരെ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാഞ്ഞെടുത്തു. ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത്. കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത്. കേസിൽ സാക്ഷികളായിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല. അമൃത ന്യൂസ്, ഇടുക്കി.